ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലോക്ക് ഫിറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. സംഭവം നടക്കില്ലെന്ന് നോക്കണം. അപ്പോൾ ഇല്ല, ചെയ്യുന്നുണ്ട്. ഓൾറെഡി സ്റ്റാർട്ടായി. നമുക്കത് ഹെവി സാധനം ഇപ്പം വെക്കാൻ പറ്റും. നമ്മൾ നോർമൽ സാധനം വെച്ച് കഴിഞ്ഞാൽ ലോഡ് എടുക്കത്തില്ല. അപ്പോൾ നമ്മളിപ്പം ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ഏകദേശം സ്റ്റാർട്ടായി. പാനലും കാര്യങ്ങളൊക്കെ ഊരിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൈഡ് ഇപ്പം സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. കണ്ടോ, അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം. നമ്മളിപ്പം വെക്കുന്നത് ഈ ഒരു ടൈപ്പാണ്. അതിൻ്റെ വയറിങ് മറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് സാധനം. ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഇതിൽ ഇനി ഫ്ലിപ്പ് കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എല്ലാം പൊളിച്ച് കഴിച്ചു, ഒരു രക്ഷയില്ല. ഫുള്ള് പൊളിച്ചിട്ടേക്കണം. ഇതാ നമ്മൾ സ്വിച്ച് കേട്ടോ. ഈ സ്വിച്ച് ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല. അത് എന്താ സംഭവം എന്ന് നോക്കണം. കുറച്ച് പെപ്സി കുടിച്ചു. ക്ഷീണം മാറട്ടെ. അത് ഓപ്പൺ ചെയ്തില്ല. ശരിക്കും പോയി നല്ല പോപ്കോണൊക്കെ മേടിച്ചോണ്ടോ. ചിക്കൻ പോപ്കോൺ അല്ലേ, ചിക്കൻ പോപ്കോൺ. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സാധനം. ഉണ്ടോ, ഇതാണ് നമ്മൾ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഇനി ഇതിനകത്ത് ഒരു ബ്രാക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ ബ്രാക്കറ്റിൽ സെറ്റാക്കി വയ്ക്കും. ഇതിൻ്റെ വയറിങ് മെയിൻ പണിയാട്ടോ. ഒരു കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ സീനാവും. നമുക്കൊന്നും കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. ഗൈസ്, ഇത് ഇവിടെ വർക്കിന് വന്നൊരു വണ്ടിയാണ് കേട്ടോ. ഇതിനകത്ത് സ്പൈഡർമാൻ സാധനങ്ങളൊക്കെ കൊണ്ട് കേട്ടോ. സ്പൈഡർമാൻ കൊള്ളാം, നല്ല ലുക്കുണ്ട്. പിന്നെ ഇത് സബ് കയറ്റാൻ വന്ന വണ്ടിയാണ്. ഓഫറുണ്ടല്ലേ, ഫിറ്റിംഗ് ഫ്രീ. നല്ല വയറിങ് ആണെങ്കിൽ കിടക്കും. നല്ല പവർ അല്ല, വയറിങ് നല്ലതാണെങ്കിൽ പവറും കയറി വരണം. കിട്ടി 1500. ഇതെന്താ അവസ്ഥ? ഇതുമാരെ കാണിച്ചില്ലേ? എടുത്താ? നല്ല സാധനമാടാ ഇത്. കുട്ടിയുടെ അവസ്ഥ ഉണ്ടോ, എല്ലാം പൊളിച്ചു വരിയിട്ടേക്കും. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ സമയം എടുത്തേ ചെയ്യത്തുള്ളൂ. കാര്യം അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ ബാക്കി LED കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് നമുക്കിനി ഫിറ്റ് ചെയ്യണം. ഇതാണ് സാധനം, ആംബിയൻ്റ് ലൈറ്റ്. പിന്നെ ഇത് സമയം എടുത്തേ ചെയ്യത്തുള്ളൂ. ഒരാളിവിടെ പോസ്റ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. കട്ട പോസ്റ്റായിട്ട് ഇപ്പം എന്ത് ഗെയിമിലോട്ട് മാറിയിരിക്കുക. ണ്ടല്ലോ, നമ്മൾ വണ്ടി ഇട്ടിട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ ലാഗൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടെ അവർ സമയം പോലെയൊക്കെ ചെയ്ത് തരും. പക്ഷെ നമ്മൾ നിന്ന് ചെയ്യുമ്പോൾ അതൊരു വേറൊരു, നമുക്ക് ആ വർക്ക് കണ്ട് ചെയ്യുമ്പം അതിലെത്ര എഫോർട്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇനിയും കുറേ വർക്കുണ്ട് കേട്ടോ. ഇത് ഫുള്ള് ഫിറ്റ് ചെയ്യേണ്ടി വരും. മോട്ടറെല്ലാം ഫിറ്റ് ചെയ്ത് ഇനി പാനൽ ചെയ്താൽ മതി. പിന്നെ ഇതെല്ലാം ജോയിൻ്റ് അടിച്ച് വെച്ചു. നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാതെ കൂടെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. വേറെ എന്ത് ചെയ്യാനാണ്? ഇപ്പോഴും ഫോണിൽ നോക്കി മടുത്തേ. ഈ പണികളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആംബിയൻ ലൈറ്റിൻ്റെ വർക്കാണ്. സെൻട്രൽ ലോക്ക് കഴിഞ്ഞു. ഇനി അപ്പോൾ ആംബിയൻ ലൈറ്റ് നമ്മൾ ഇത് വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ പാനലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാലേ നമുക്ക് ആംബിയൻ ലൈറ്റ് വരത്തുള്ളൂ. എല്ലാവരും മാക്സിമം ആംബിയൻ ലൈറ്റ് വയ്ക്കുക. കാര്യം നല്ലൊരു ഇതാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ അത് എങ്ങനെ ഈ ചാത്ത സാധനങ്ങൾ കിട്ടും, അത് മേടിച്ച് വെക്കരുത്. ഒരു അഡ്ജസ്റ്റ് കൂടെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ വേണമെങ്കിൽ ഇടാം. പിന്നെ ലൈറ്റ് കുറച്ച് വയ്ക്കാം. ഈ വണ്ടി രാത്രി നമ്മൾ ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റ് കുറയ്ക്കാം. അപ്പോൾ അതൊരു സീൻ വരുന്നില്ല. നല്ലൊരു രസമാണ് അകത്ത്. നമുക്കൊരു ഈ പാട്ട് എനിക്ക് മെയിനാണ് പാട്ട്. കാര്യം ഞാനിവിടെ വന്നിട്ട് കുറേ ദിവസം പാട്ടൊന്നും ഇല്ലാതാണ്. എനിക്ക് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പാട്ടില്ലെങ്കിൽ തീർന്നു. കേസ് നമ്മൾ ഒരു സൈഡിലെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡല്ല, 2 സൈഡിൽ കഴിഞ്ഞു. ഇതാണ് ഇവിടെ നല്ല വെട്ടാണ്. എന്നിട്ടും ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് നമുക്ക് മൊബൈലിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ കളർ ഇട്ടേക്കാണ്. കണ്ടോ, ഈ സൈഡുണ്ട് നമ്മൾ ആംബിയൻ്റ് ലൈറ്റ് വരുന്നത്. ഇതിപ്പോൾ ഇവിടെ നല്ല വെട്ടമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഇത് കാണുന്നത്. ഞാൻ പിന്നീട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ലപോലെ. ഇനി ഇവിടെയൊക്കെ നല്ല ചൂട് കേട്ടോ. അങ്ങോട്ട് പോയാലും തണുപ്പുണ്ട്. നമ്മളവിടെയൊക്കെ വിളിച്ചപ്പോൾ നല്ല മഴ. 14 കിലോമീറ്റർ അപ്പുറം ഫുള്ള് മഴ. ഇവിടെ മഴയില്ല, ഒന്നുമില്ലതേ. നോക്കി ചൂടെടുത്തിട്ട് വയ്യ. ഏകദേശം നമ്മളെ വർക്ക് കഴിഞ്ഞു. ഫുള്ള് കഴിഞ്ഞു കേട്ടോ. അതിപ്പോൾ ലോക്കായല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലോക്കാവുന്നുണ്ടല്ലോ. ലോക്കിട്ടായിരിക്കും. കണ്ടോ, 2 സൈഡും വെച്ചു. അപ്പോൾ ഗൈസ്, നമ്മൾ ആംബിയൻ ലൈറ്റും സെൻട്രൽ ലോക്കൊക്കെ ഫിറ്റ് ചെയ്തു. അങ്ങനെ പൊളിയായി.
നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കണക്ക് തന്നെ സംഭവങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു. ആംബിയന്റ് ലൈറ്റ് ഒരു രക്ഷയല്ല കേട്ടോ. ഞാൻ ഭയങ്കര ഇത് 7,000 8,000 റേറ്റൊക്കെ ഉള്ളതുണ്ട്. ഇത് ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഇവിടുത്തെ എനിക്ക് തോന്നുന്നു 1,800 2,000 അത്രേ വരത്തുള്ളൂ. ആ ഒരു റേഞ്ചിലുള്ള ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്നതാണ് ഇങ്ങനെ. അപ്പോൾ അത് അവർ വളരെ സഹകരിച്ച് ഫിറ്റ് ചെയ്തു. അവര് ഡ്യൂട്ടിയൊക്കെ 7 മണിക്ക് എന്തോ കഴിയും. എന്നിട്ട് നമുക്ക് വേണ്ടി നിന്നു. അപ്പോൾ വെട്ടത്തിരി കുറവുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ആംബിയൻസ് ലൈറ്റ് കാണിച്ചാൽ ഇത് നമുക്ക് ഇഷ്ടപ്രകാരം മാറ്റാൻ പറ്റും കേട്ടോ. ഇതിൽ ഒരു ആപ്പുണ്ട്. ആ ആപ്പ് എടുത്താൽ മതി. കണ്ടോ, ഈ ഒരു ആപ്പുണ്ട്. ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കണ്ടോ ഇപ്പം മാറ്റാം. അത് കാണിച്ചു കൊടുത്തരാം. അതിനകത്ത് ഡോറിൽ കണ്ടോ ഇഷ്ടപ്പെട്ട കളർ നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് നല്ല നൈസ് സാധനം, വലിയ വൃത്തികേടില്ലാത്ത രീതിയിലുള്ള. പിന്നെ നിങ്ങൾക്ക് DJ പാർട്ടിയൊക്കെ വേണമെങ്കിൽ അതുകൊണ്ട് കേട്ടോ. കണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പാട്ടിടുന്നില്ല. ആ പാട്ടിട്ടാൽ പിന്നെ കഴിഞ്ഞ് യൂട്യൂബ് എന്തുണ്ടെന്ന് കൊണ്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടോ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന രീതിയിൽ മൈക്കുണ്ട്, കുറേ ഓപ്ഷൻസ് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്തേരാം. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ലൈറ്റെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, നോക്കിയുണ്ട്. അതുപോലെ തന്നെ സ്റ്റൈല് മാറ്റാൻ പറ്റും. ലൈക്ക് ഇങ്ങോട്ട് ഇങ്ങനെ വെക്കാൻ നോക്കിയേ, പക്ഷെ പറ്റുന്നില്ല. ആ ഗ്യാപ്പ് വേണം, കുറച്ചും കൂടെ നല്ല പണിയാണ്. ഇതിലത്തെ ഒറ്റ കളർ ഇടുക കേട്ടോ. ഒറ്റ കളറാണ് ഏറ്റവും നല്ലത്. ഉണ്ടോ ഇങ്ങനെ പോയിക്കുക. ഇങ്ങനെ ഒറ്റ കളറാകുമ്പം നമുക്ക് ഇതിനകത്തും കളർ മാറ്റാൻ പറ്റും. ഈ CD-യിൽ ഇതിനകത്തും കുറേ കളറുണ്ട് കേട്ടോ. മാറ്റിയിടാം, ഒന്ന് മാറ്റി കാണിച്ച്. നീ ബ്ലൂ ഉണ്ട്, അല്ല ആ ഫസ്റ്റ് ഓപ്ഷനാണ്. കണ്ടോ, അതിനകത്ത് ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ ഇടാം. അപ്പോൾ അതിനകത്തും ഗ്രീൻ ഇടാം. ഇതിപ്പോൾ റെഡ് ഇട്ട, ഇനി പറഞ്ഞ റെഡ് ഇട്ട് കാണിച്ചു കൊടുത്തേ. അതിനകത്ത് നമുക്ക് റെഡ് വരുന്നുണ്ട്. ഉണ്ടോ റെഡ്. അപ്പം ഇവിടെ ഫുള്ള് ഈ ഒറ്റ കളറാണ് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. ബേക്കൊന്ന് കാണിച്ചു കൊടുക്കുക. ബേക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബേക്കിൽ 2 സൈഡിലും വരുന്നുണ്ട്. നല്ലൊരു രസമാണ്. ഇതപ്പം നമുക്ക് സ്റ്റാൻഡേർഡ്. മറ്റത് കുറച്ച് DJ പാർട്ടികളൊക്കെ ആയി പോകും. ഇന്നത്തെ നമ്മൾ വർക്ക് ഇതൊക്കെയാണ്. പരിപാടി കഴിഞ്ഞ് ഇനി നേരെ വീട്ടിൽ പോകണം. നല്ല വിശപ്പുണ്ട്. ഈ പണിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, വല്ലാത്തൊരു വിശപ്പാട്ടോ. എന്താണെന്നറിയില്ല, സമയം പോകുന്നതേ അറിയത്തില്ല. അപ്പം ബൈ ഗൈസ്.